ഇന്ന് പതിവ് പോലെ തന്നെ മൂന്നാം ഘട്ട ദൗത്യത്തിന്റെ ഭാഗമായുള്ള തെരച്ചിൽ ഷിരൂരിൽ പുരോഗമിച്ചിരുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ആ ദൗത്യം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഡ്രഡ്ജറിൽ നിന്ന് ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. നിങ്ങളുടെ കൈവശമാണ് അത് കണ്ടിട്ടുള്ളത്, വീഡിയോയിൽ കാണുന്നത്. എങ്ങനെയാണ് അത് കണ്ടത്? അത് കണ്ടത് നമ്മളെ സതീഷ് ശൈലി നമ്മളെ പേഴ്സണലി വിളിച്ചതാണ്, ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം പോയി നോക്കുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണ്. അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്കൊരു കൈയിൻ്റെ ഒരു വലുപ്പമുള്ള ഒരു അസ്ഥിയാണ്. കൈയിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്തുള്ള ഒരു അസ്ഥിയായിട്ടാണ് തോന്നുന്നത്. എവിടെ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്? അത് കിട്ടിയിട്ടുള്ളത് അവർ ഡ്രഡ്ജറിൽ മാന്തുന്ന സമയത്താണ്. നമുക്ക് ലോകേഷ് ഇയാളെ ഹോട്ടലിൻ്റെ പിന്നിലുള്ള ആ ഭാഗത്ത് നിന്ന് ആശ്രമം പിൻഭാഗത്ത് കുറച്ച് മുന്നോട്ടായിട്ടുള്ള ഭാഗത്താണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതിപ്പം സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ സ്റ്റേഷനിലാണ് ഉള്ളത്. നാളെ അത് ഫോറൻസിക് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുഴുവൻ പേര്? എൻ്റെ പേര് അൽഫ് നിഷാം. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിൽ? ഇത് മനാഫിൻ്റെ ബ്രദറാണ്. അപ്പം നിലവിലത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇവരെ MLA തന്നെയാണ് നിങ്ങൾ ഈ വിവരം അറിയിക്കുന്നത്? അതെ. സതീഷ് സൈനി MLA ഉൾപ്പെടെ ആ ഡ്രഡ്ജറിലുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് വിവരം അറിയിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഇത് അസ്ഥി എങ്ങനെയാണ് അതിലെത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ആരുടേതാണ് എന്നുള്ളത് സംബന്ധിച്ചും ഒരു കൃത്യത കാര്യത്തിൽ വരേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പുരോഗമിക്കുകയും വേണം.